സോ അടുത്ത മോഡിഫിക്കേഷൻ ഇൻ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത് റീജനറേറ്റീവ് സൈക്കിളാണ്. ഓക്കെ, മുമ്പ് പറഞ്ഞിരുന്നു റീജനറേറ്റീവ് എന്ന ടേം എവിടെ വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റീജനറേറ്റീവ് മീൻസ് നമ്മൾ ഔട്ട്പുട്ടിലുള്ള ഏതോ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ തിരിച്ച് ഇൻപുട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, സോ റീജനറേറ്റീവ് സൈക്കിളിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സുകൾ ഇതൊക്കെയാണ്. 1 to 2 കമ്പഷൻ പ്രോസസ്സ് തന്നെ ആയിരിക്കും. ദെൻ 2 to 3 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അത് കഴിഞ്ഞ് 3 to 4 കമ്പസ്റ്റൻ, ദെൻ 4 to 5 എക്സ്പാൻഷൻ. നോർമൽ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനിലെ പ്രോസസ്സുകളാണ്. ഇതിനിടയിൽ കമ്പസ്റ്റൻ ചേമ്പർ എത്തുന്നതിന് മുൻപ് നമ്മൾ ഈ എയറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യും. ഓക്കെ, 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ്, ആ ഒരു പ്രീ ഹീറ്റിംഗ് പ്രോസസ്സാണ്. സോ അവിടെ എയറിനെ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് റീഹീറ്റ് സൈക്കിളിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഹീറ്റ് സോഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മിക്കവാറും ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന വേസ്റ്റ് ഹീറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ റീജനറേറ്റീവ് സൈക്കിളിൻ്റെ കേസിൽ നമ്മൾ ഈ വേസ്റ്റ് ഹീറ്റ് എടുക്കുന്നത് ടർബൈനിൽ എക്സ്പാൻഷന് ശേഷമുള്ള ഗ്യാസിൽ കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് ബാക്കി ഉണ്ടാവുമല്ലോ, ആ ഹീറ്റാണ് നമ്മൾ പ്രീ ഹീറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സൈക്കിളിൽ 1 to 2 നമ്മുടെ കമ്പഷൻ പ്രോസസ്സ്, ഫ്രഷ് എയർ വന്നിട്ട് കമ്പഷൻ പ്രോസസ്സ് നടക്കും. അത് കഴിഞ്ഞ് അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പാസ് ചെയ്ത് കമ്പഷൻ ചേമ്പറിൽ വരും. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ച് ഇറ്റ് റിസീവ് സം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. ദെൻ കമ്പസ്റ്റൻ ചേമ്പറിൽ വരുമ്പം അവിടെയാണ് നമ്മൾ ഫ്യൂവൽ സപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആക്ച്വൽ കമ്പസ്റ്റൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് 4 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും അത് ടർബൈനിലോട്ട് എക്സ്പാൻഷൻ വേണ്ടി എൻ്റർ ചെയ്യുന്നത്. എക്സ്പാൻഷൻ കഴിഞ്ഞ് 5 എന്ന് പറയുന്ന കണ്ടീഷനിൽ അത് എക്സിറ്റ് ചെയ്യും. 5 എന്ന് പറയുന്ന കണ്ടീഷനിൽ അത് എക്സിറ്റ് ചെയ്യും. ഈ 5 എന്ന കണ്ടീഷനിൽ എക്സിറ്റ് ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ ഇപ്പോഴും ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ബാക്കിയുണ്ടാവും. ഓക്കെ, സോ ആ ഒരു ഹീറ്റ് എനർജി നമ്മൾ നേരിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യാതെ തിരിച്ച് വേറൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴിയാണ് എക്സോസ്റ്റ് വഴി പുറത്തു വിടുന്നത്. അപ്പം ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ, അതായത് ഈ എക്സോസ്റ്റ് ഗ്യാസിലുള്ള റിമൈനിങ് ഹീറ്റാണ് നമ്മൾ ഈ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സിനിടയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വരുന്ന എയറിനെ കമ്പസ്റ്റൻ ചേമ്പറിൽ എത്തുന്നതിന് മുൻപ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റീജനറേറ്റീവ് സൈക്കിൾ. ദെൻ heat energy from the exhaust is used to preheat before the combustion process. Then ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഫ്യൂവൽ സപ്ലൈഡ് ഇൻ ദി കമ്പസ്റ്റൻ ചേമ്പർ, അതായത് നമുക്കൊരു റിക്വയർഡ് ആയിട്ടുള്ള T3 എന്ന് പറയുന്ന പോയിന്റ് വരെ ഹീറ്റ് റൈസ് ചെയ്യാൻ, നമ്മൾ നോർമലി കംപ്രഷൻ കഴിഞ്ഞ് 2 to 3 വരെ ഹീറ്റ് റൈസ് ചെയ്യാൻ എടുക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ നോർമൽ സൈക്കിളിൽ, ഓപ്പൺ സൈക്കിളിൽ പറയുന്ന ആ ഒരു എനർജിയിൽ കുറച്ചൊരു ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓർ ഇൻ അതർ ടേംസ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ റീജനറേറ്റീവിൻ്റെ കേസിലുള്ള TS ഡയഗ്രം എങ്ങനെയാണ് വരുന്നത്? പ്രോസസ്സുകൾ അതൊക്കെയാണ്. 1 to 2 we have the compression process. Then 2 to 3 we have the preheat using the regenerate exhaust gas. നമ്മൾ എക്സോസ്റ്റിൽ നിന്ന് എടുത്ത ഗ്യാസ് യൂസ് ചെയ്തിട്ടുള്ള പ്രീഹീറ്റിംഗ് ആണ് 2 തൊട്ട് 4 വരെയുള്ള 2 തൊട്ട് 3 വരെയുള്ള പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് പ്രീ ഹീറ്റിംഗ് ആണ്. ദെൻ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സിലാണ് നമ്മുടെ ആക്ച്വൽ കമ്പസ്റ്റൻ നടക്കുന്നത്, കമ്പസ്റ്റൻ കാരണമുള്ള ഹീറ്റ് അഡീഷൻ. സോ നമ്മുടെ ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T4 ആയിരിക്കും. ഓക്കെ, ദെൻ 4 to 5 എക്സ്പാൻഷൻ, നമ്മളൊരു സിംഗിൾ ടർബൈൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വർക്കിംഗ് സൈക്കിളിലെ പ്രോസസ്സുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് വന്ന് അത് എയർ വന്ന് കംപ്രസ് ചെയ്തു, പ്രീ ഹീറ്റ് ചെയ്തു, കമ്പസ്റ്റൻ ചേമ്പറിൽ ഫ്യൂവൽ എനർജി ആഡ് ചെയ്തു, ദെൻ ടർബൈനിൽ എക്സ്പാൻഷൻ കഴിഞ്ഞു. 5 അതിൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ്. ഇനി ഈ നമ്മൾ റിജക്റ്റ് ചെയ്ത ഹീറ്റ് 5 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് എക്സോസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി ആ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 to 6 എന്ന് പറയുന്ന സാധനം നമ്മുടെ സബ്ജക്റ്റ് ഓഫ് പോയിന്റിൽ വരുന്ന കാര്യമില്ല. നമ്മുടെ വേസ്റ്റ് ഹീറ്റ് അതിൽ നിന്നൊരു എനർജി നമ്മൾ അബ്സോർബ് ചെയ്തെന്നുള്ളൂ, നമ്മുടെ മെയിൻ സൈക്കിളിൽ വരുന്നൊരു പാർട്ടല്ല അത്. ദെൻ അടുത്ത ഇനി റീജനറേറ്റീവ് സൈക്കിളിൻ്റെ ഒരു മാക്സിമം എഫിഷ്യൻസി, അതായത് നമ്മൾ ഈ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നുള്ള മാക്സിമം എത്ര എനർജി നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഐഡിയലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ 2 എന്ന് പറയുന്ന കണ്ടീഷൻ കഴിഞ്ഞ് 3 വരെയുള്ള, അതായത് 2 to 3 വരെ എത്ര ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഹീറ്റ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. എക്സോസ്റ്റിൽ നിന്ന് പുറത്ത് വരുന്ന ടെമ്പറേച്ചർ ഒരു 100 Kelvin ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എയർ സക്ക് ചെയ്ത് കംപ്രസ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ടെമ്പറേച്ചർ ഈസ് ലൈക്ക് ഒരു 35 Kelvin ആണെന്ന് വിചാരിക്കാം. സോ 100 Kelvin എക്സോസ്റ്റിൽ കൂടെ പുറത്ത് വരുന്നുണ്ട്, നമ്മുടെ ഇൻപുട്ട് 35 Kelvin ആണ്. സോ ഈ 100 Kelvin നിന്ന്
ഒരു എമൗണ്ട് ഓഫ് എനർജി ഇതിലോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാമെന്ന് വേണമെങ്കിൽ ഈ എക്സോസ്റ്റിൻ്റെ ടെമ്പറേച്ചർ അതായത് 100 ഡിഗ്രി വരെ വേണമെങ്കിൽ ഇവിടെ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ നമുക്കറിയാം അത് ഐഡിയലി പോസിബിൾ അല്ല. കാരണം 100 ഡിഗ്രി വരെ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഒരിക്കലും നടക്കത്തില്ല. എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം അല്ലേ. അതായത് ഇവിടെ ഇപ്പം 35 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. ദെൻ 100 ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഇത് 35 50 കെൽവിനായിട്ട് മാറിയെന്ന് അസ്യൂം ചെയ്യുക. എക്സോസ്റ്റിൻ്റെ ടെമ്പറേച്ചർ 100 റെഡ്യൂസ് ചെയ്ത് ഒരു 70 കെൽവിനായെന്ന് വിചാരിക്കുക, കുറച്ച് ലോസസും കൂടെ വരുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പോൾ 50 and 70 അപ്പോഴും ഒരു പോസിറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് വീണ്ടും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ദെൻ ഈ 50 എന്നുള്ളത് 60 ആയി മാറും. എക്സോസ്റ്റിൻ്റെ ടെമ്പറേച്ചറും ഒരു 61 ആയെന്ന് വിചാരിക്കുക. അപ്പോഴും ഒരു 1 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. സോ വീണ്ടും ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ട് ഒരു 1 ഡിഗ്രി കൂടെ വേണമെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടെ നടക്കും. 1 ഡിഗ്രി അല്ല 0.5 ഡിഗ്രി ശരിക്കും പറഞ്ഞത്. സോ ഇവിടെ ഒരു 65 ഡിഗ്രി എയർ പ്രീ ഹീറ്റ് ആവുന്ന സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഏതാണ്ട് 65 ഡിഗ്രി ആവും. 65 കെൽവിൻ ആവും. ഓക്കെ, രണ്ടും 65 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഇല്ല. സോ പിന്നീട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല. സോ അതുകൊണ്ട് നമ്മളൊരു ടേം ഡിഫൈൻ ചെയ്യും ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ഹീറ്റ് എക്സ്ചേഞ്ച് എന്നുള്ളത്. സോ ഇത് പറഞ്ഞു വന്നത് ദ മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ദ ഫ്രഷ് ചാർജ് ക്യാൻ ഹാവ് ആഫ്റ്റർ ദി പ്രീ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റ് ടെമ്പറേച്ചറാണ് മാക്സിമം ലിമിറ്റ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഈസ് നീഡഡ് ഫോർ ദ ഹീറ്റ് ട്രാൻസ്ഫർ. ദെൻ ഞാനിപ്പം എയറിൻ്റെയും ഗ്യാസിൻ്റെ എല്ലാം CP വാല്യൂസ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യുവാണ് ജസ്റ്റ് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പ്രീ ഹീറ്റിൽ നമ്മളിപ്പം അബ്സോർബ് ചെയ്ത എനർജി, പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ അബ്സോർബ് ചെയ്ത എനർജി എന്ന് പറഞ്ഞാൽ എത്ര വരും? mCp × T3 - T2 എന്ന് വരും. T3 and T2. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് അത്രയും ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ അത്രയും ഹീറ്റ് എനർജി ആയിരിക്കും നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഇനി മാക്സിമം എനർജി എത്ര വരെ അബ്സോർബ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. 5' ആയിരുന്നു നമ്മുടെ എക്സിറ്റ് കണ്ടീഷൻ. സോ 5' തൊട്ട് നമ്മുടെ ഇൻപുട്ട് 2' ആയിരുന്നു അല്ലേ. സോ 5' and 2' ഇടയിലുള്ള ഡിഫറൻസ് എത്രയുണ്ടോ അത്രയും എനർജി വരെയും മാക്സിമം വേണമെങ്കിൽ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇൻ പ്രീ ഹീറ്റർ. ക്ലിയർ? സോ എഫക്റ്റീവ്നെസ് ഓഫ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ആക്ച്വൽ ഇൻക്രീസ് ഇൻ എൻതാൽപ്പി ഡിവൈഡഡ് ബൈ അവൈലബിൾ ഇൻക്രീസ് ഇൻ എൻതാൽപ്പി. അതായത് ശരിക്കും എത്രത്തോളം എനർജിയാണോ അബ്സോർബ് ചെയ്തത് ഡിവൈഡഡ് ബൈ അബ്സോർബ് ചെയ്യാൻ എത്രത്തോളം എനർജി നമുക്ക് അവൈലബിൾ ഉണ്ടായിരുന്നു. മാക്സിമം എത്ര വരെ എനർജി നമുക്ക് അതിനകത്ത് അബ്സോർബ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ള ലിമിറ്റാണ്. ഓക്കെ, ഇൻ ടേൺ T3 - T2' ഡിവൈഡഡ് ബൈ T5' - T2' എന്ന് വരും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത മോഡിഫിക്കേഷൻ ഇൻ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത് ഇൻ്റർ കൂളിംഗ് ആണ്. സോ ഇൻ്റർ കൂളിംഗ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് മൾട്ടി പ്രഷർ സിസ്റ്റംസിൻ്റെ കേസിലാണ്. അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും സ്കീമാറ്റിക് ഡയഗ്രം നോക്കിയാൽ ഫസ്റ്റ് എയർ ഒരു ലോ പ്രഷർ കംപ്രസറിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഇറ്റ് വിൽ ഗെറ്റ് കംപ്രസ്ഡ് ടു എ പർട്ടിക്കുലർ ലിമിറ്റ്, ഒരു P1 to P2 എന്ന് പറയുന്നൊരു പ്രഷർ വരെ അത് കംപ്രസ്ഡ് ആവും. ദെൻ അവിടെ നിന്നും വി ആർ പ്ലേസിങ് ആൻ ഇൻ്റർ കൂളർ. അതിൻ്റെ പർപ്പസ് എന്നത് പിന്നെ പറയാം. അത് കഴിഞ്ഞ് ഒരു ഹൈ പ്രഷർ കംപ്രസർ. ഓക്കെ, അതായത് നമ്മുടെ കംപ്രഷൻ പ്രോസസ്സ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടത്താതെ ഒരു ലോ പ്രഷർ കംപ്രസറും ദെൻ ഒരു ഹൈ പ്രഷർ കംപ്രസറും 2 സ്റ്റേജസിലായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ വെച്ചാൽ ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ കംപ്രഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് കമ്പസ്റ്റൻ ചേമ്പറിൽ പോവും, നമ്മൾ ഫ്യൂവൽ എനർജി സപ്ലൈ ചെയ്യും, എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് എൻതാൽപ്പി യൂസ് ചെയ്തിട്ടുള്ള എക്സ്പാൻഷനാണ് നമ്മൾ ടർബൈനിൽ വർക്ക് ഔട്ട്പുട്ടായിട്ട് പുറത്ത് വരുന്നത്. ടർബൈനിലെ വർക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ എക്സോസ്റ്റിലേക്ക് ആ ഒരു ഗ്യാസിനെ പറഞ്ഞു വിടുകയും ചെയ്യും. ഓക്കെ, സോ ഇതിനിടയിൽ ഈ ഇൻ്റർ കൂളർ എന്നൊരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. അതായത് ലോ പ്രഷർ കംപ്രസറിനും ഹൈ പ്രഷർ കംപ്രസറിനും ഇടയിൽ. അതിൻ്റെ പർപ്പസ് എന്താണ്? നമുക്കറിയാം, ഒരു കംപ്രസറിലോട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസിൽ എപ്പോഴും ലോ പ്രഷർ ഓക്കെ ദെൻ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ഗ്യാസ് കണ്ടീഷൻ ആയിരിക്കണം എന്നൊക്കെ അസ്യൂം ചെയ്യും. പക്ഷേ നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ ഒരിക്കലും നമ്മളൊരു കംപ്രസറിൽ പ്രിഫറബിൾ ആയിട്ടുള്ള കണ്ടീഷനില്ല ഇൻലെറ്റിൻ്റെ കേസിൽ. കാരണം കംപ്രസ് കഴിയുമ്പോൾ എന്തായാലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. സോ ഇനിഷ്യലി തന്നെ നമ്മളൊരു ഹൈ ടെമ്പറേച്ചറിലാണ് എയർ എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്രഷന് ശേഷമുള്ള ടെമ്പറേച്ചർ വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ ദെയർ ആർ സർട്ടൺ തെർമോഡൈനാമിക് ഡിഫിക്കൽട്ടീസ്. അതുപോലെ തന്നെ ഡിസൈൻ സൈഡും ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഒരു ഹൈ ടെമ്പറേച്ചർ കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ
ഇൻ്റർകൂളർ എന്ന് പറയുന്ന ഡിവൈസ് അവിടെ കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കംപ്രഷൻ കഴിഞ്ഞിട്ട് പ്രഷർ P1 to P2 വരെ റൈസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊരു ഇൻ്റർകൂളർ കൊടുക്കും. ഇൻ്റർകൂളർ കൊടുക്കുമ്പോഴത്തേക്കും പ്രഷറിന് യാതൊരു ചേഞ്ചും വരുന്നില്ല, ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രം T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ നിന്ന് T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറായിട്ട് റെഡ്യൂസ് ചെയ്യും. പക്ഷേ നമ്മുടെ സെയിം പ്രഷർ ലൈനിലായിരിക്കും ആ പ്രോസസ്സ് നടക്കുന്നത്. സോ പ്രഷേഴ്സ് ആകെ 1, 2, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ 4' എന്ന് പറഞ്ഞ പ്രഷർ വരത്തുള്ളൂ. 1 ആണ് ലോ പ്രഷർ കംപ്രഷൻ്റെ ഇൻലെറ്റ്, 2 അതിൻ്റെ ഔട്ട്ലെറ്റ് വരും. ഈ സെയിം 2' സെയിം പ്രഷർ തന്നെ ആയിരിക്കും ഹൈ പ്രഷർ കംപ്രസറിൽ എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 4' എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രഷറിലായിരിക്കും അത് പുറത്ത് വരുന്നത്. ഓക്കെ, ഇനി എൻ്റെ TS ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പ്രോസസ്സ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് 1 to 2 ദി കംപ്രഷൻ പ്രോസസ്സ്, ലോ പ്രഷർ കംപ്രസറിലുള്ള കംപ്രഷൻ പ്രോസസ്സാണത്. ദെൻ 2 to 3 എന്ന് പറയുന്നത് ഇൻ്റർകൂളിംഗ് ആണ്. നമ്മൾ ഇൻ്റർകൂളിംഗ് നോക്കുമ്പോഴത്തേക്കും ഇൻ്റർകൂളിംഗ് ഈസ് ഹാപ്പനിങ് അറ്റ് എ സെയിം പ്രഷർ ലൈനിലാണ് നടക്കുന്നത്. യാതൊരു പ്രഷർ വേരിയേഷനും വരുന്നില്ല, ജസ്റ്റ് ടെമ്പറേച്ചറിന് മാത്രമാണ് ചെറിയൊരു വേരിയേഷൻ വരുന്നത്. ജസ്റ്റ് ഈ T2- -T3 എന്ന് പറയുന്ന അത്രയും ഒരു വേരിയേഷൻ മാത്രമാണ് ടെമ്പറേച്ചറിന് വരുന്നത്. ദെൻ 3 to 4 നമ്മുടെ സെക്കൻഡ് എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ദെൻ 4' to 5 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കമ്പഷൻ പ്രോസസ് അല്ലെങ്കിൽ ഹീറ്റ് അഡിഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ പ്രോസസ്സ് ഒന്നുകൂടെ പറയാം. 1 to 2' വി ഹാവ് ദി ലോ പ്രഷർ കംപ്രഷൻ, 2' to 3 ഇൻ്റർകൂളിംഗ്, ദെൻ 3 to 4 എന്ന് പറയുന്നത് ഹൈ പ്രഷർ കംപ്രഷൻ, ദെൻ 4' to 5 എന്ന് പറയുന്നത് നമ്മുടെ ഇത് 4' to 5' അല്ല, 4' to 5 ആണ്. 4' to 5 എന്ന് പറയുന്നത് നമ്മുടെ കമ്പസ്റ്റൻ പ്രോസസ് അല്ലെങ്കിൽ ഹീറ്റ് അഡിഷൻ പ്രോസസ്. ഇതിനിടയിൽ ഒരു L-ഉം L' പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് ഞാൻ പറയാം. ദെൻ 5 വരെ എത്തി. ദെൻ 5 to 6 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ടർബൈനിലെ എക്സ്പാൻഷൻ. ഒരു സിംഗിൾ ടർബൈൻ ഒറ്റ എക്സ്പാൻഷൻ മാത്രമേ ഉള്ളൂ. ദെൻ ഇതിനിടയിൽ L and L' എന്ന് ഡിഫൈൻ ചെയ്ത 2 പോയിൻറ്റ്സ്. L' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് നമ്മളൊരു 2 സെപ്പറേറ്റ് കംപ്രസേഴ്സും ഒരു ഇൻ്റർകൂളറും യൂസ് ചെയ്യാതെ ഒരു സിംഗിൾ കംപ്രഷനായിരുന്നു യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് വിൽ ബി ലൈക്ക് 1 to L' ആയിരുന്നേനെ. ഓക്കെ, 2 കംപ്രസർ ഇൻ്റർകൂളർ യൂസ് ചെയ്യാതെ ഒരൊറ്റ കംപ്രസറാണ് യൂസ് ചെയ്തിരുന്നത്. ഫ്രം ഒരു P1 എന്ന് പറയുന്ന പ്രഷർ ലൈൻ തൊട്ട് P5 എന്ന് പറയുന്ന ഒരു പ്രഷർ ലൈൻ വരെ റൈസ് ചെയ്യാനായിട്ട് നമ്മളൊരു സിംഗിൾ കംപ്രസറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദ പ്രോസസ് 1 to L' ആയിരുന്നേനെ. ഓക്കെ, ദെൻ 4, L, 6, 2 ഇതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസെൻട്രോപ്പിക് പോയിൻറ്റ്സ് ആണ്. അതായത് കംപ്രഷൻ ഐസെൻട്രോപ്പിക്കലായിരുന്നെങ്കിൽ ഏത് പോയിന്റ് വന്നേനെ, എക്സ്പാൻഷൻ പ്യുവർലി ഐസെൻട്രോപ്പിക്കലായിരുന്നെങ്കിൽ ഏത് പോയിന്റ് വന്നേനെ, അതാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 to L' എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ, 2 കംപ്രസർ യൂസ് ചെയ്യാതെ ഒറ്റ കംപ്രസർ യൂസ് ചെയ്തതിൽ കിട്ടുന്ന കണ്ടീഷനായിരുന്നു അത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഈ ഒരു കംപ്രസറിന് പകരം 2 കംപ്രസർ വിത്ത് ആൻ ഇൻ്റർകൂളർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പ് റീഹീറ്റ് ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. കംപ്രസറിൽ നമുക്കറിയാം നമ്മൾ അകത്തോട്ടാണ് വർക്ക് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വർക്കിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ TS ഡയഗ്രം കൂടെ എൻലാർജ് ചെയ്തിട്ടൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറിൽ കൊടുക്കുന്ന എനർജി വാല്യൂ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ TS ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ 1 to 2' എന്ന് പറയുന്നതായിരുന്നു ലോ പ്രഷർ കംപ്രസറിൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത എനർജി. ദെൻ 3 to 4' എന്ന് പറയുന്നതാണ് ഹൈ പ്രഷർ കംപ്രസറിൽ ഇൻപുട്ട് ചെയ്ത എനർജി. ഓക്കെ, സോ അതിൻ്റെ ടോട്ടൽ നമ്മൾ എത്ര എനർജി ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും? MCP T2- T1 പ്ലസ് T4- T3 ഇത്ര എനർജി ആയിരിക്കും നമ്മൾ മൾട്ടി കംപ്രസറിൻ്റെ കേസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് പകരം സിംഗിൾ കംപ്രസർ ആയിരുന്നെങ്കിൽ എന്ത് യൂസ് ചെയ്തേനെ? ജസ്റ്റ് ഹാവിങ് MCP TL- T1 ആ ഒരു ടെമ്പറേച്ചർ മാത്രമായിരുന്നതിനെ നമുക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, അത് വർക്ക് റിക്വയർഡ് ബൈ ദ കംപ്രസർ വിത്ത് ഇൻ്റർകൂളിംഗ് ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T2- T1 പ്ലസ് T4- T3. ഓക്കെ, ഇനി വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് ആയിരുന്നുണ്ടെങ്കിൽ എത്തുന്നതിനെ വിൽ ഹാവ് ജസ്റ്റ് TL- T1 എന്ന് വന്നതിന്. ഇനി L' - 1 എന്നുള്ളതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് 2 സെക്ഷനായിട്ട് പറയുന്നു, L' - 2' ആൻഡ് 2' - 1. ഓക്കെ, ഈ പറഞ്ഞ ഇത്രയും വലിയൊരു എക്സ്പാൻഷൻ പ്രോസസ്സിനെ ഞാൻ 2 എക്സ്പാൻഷൻ പ്രോസസ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഈ ഫൈനൽ പ്രഷറിൽ നിന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രഷർ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ലോവർ പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിലോട്ട് റെഡ്യൂസ് ചെയ്തു. നമ്മൾ ഈ 2 ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിടത്തും CP T2- T1 എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അത് രണ്ടിലും കോമൺ ആണ് അല്ലേ? വിത്ത് ഇൻ്റർകൂളിംഗ് ആയാലും വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് ആയാലും MCP T2- T1 എന്ന് പറഞ്ഞാൽ അത്രയും സെക്ഷൻ കോമൺ ആണ്. സോ നമ്മൾ ബാക്കി ശ്രദ്ധിക്കേണ്ടത് T4- T3 ആണോ TL- T2 ആണോ വലുത് എന്ന് ചെക്ക് ചെയ്താൽ മതി.
ഏതാണോ ഹയർ വാല്യൂ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് കൂടുതൽ എടുത്തു അല്ലെങ്കിൽ കൂടുതൽ കംപ്രസർ കൺസ്യൂം ചെയ്തു എന്നാണ്. ദെൻ നമ്മൾ മുമ്പ് റീഹീറ്റ് സൈക്കിളിൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രഷർ ലൈൻസ് TS ഡയഗ്രത്തിൽ പോകുമ്പോഴത്തേക്കും ടുവേർഡ്സ് ദ റൈറ്റ് അത് ഡൈവേർജ് ചെയ്താണ് പോകുന്നത് അല്ലേ. പ്രഷർ ലൈൻസ് ഇവിടെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങോട്ട് പോകും തോറും ആ സെയിം പ്രഷർ ലൈൻസ് തന്നെ ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. ഫോർ അതർ ടേംസ് L'-2 എന്ന് പറയുന്നത് എന്തായാലും 4-3യേക്കാളും ഹയർ വാല്യൂ ആണ്. L'-2 എന്ന് പറയുന്നത് ഒരു ഹയർ വാല്യൂ ആണ് എന്താൻ 4-3 എന്നാണ് ഫലം. ഓക്കെ, സോ we can definitely say that the work required by the compressor with intercooling is less when compared to work required without intercooling. ഓക്കെ, അതായത് നമ്മൾ മൾട്ടി കംപ്രസർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് റിക്വയർഡ് എന്ന് പറയുന്നത് എന്തായാലും കുറയും. കംപ്രസറിൽ വർക്ക് കൺസ്യൂമാണ് ചെയ്യുന്നത്. മുമ്പ് ടർബൈനിൽ വർക്ക് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വർക്ക് പ്രൊഡക്ഷൻ ആയിരുന്നു ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇൻക്രീസ്ഡ് വർക്ക് കിട്ടിയ സ്ഥലം നമ്മൾ ബെനിഫിഷ്യലായിട്ട് എടുത്തത്. ഇവിടെ നമുക്ക് ഇൻ്റർകൂളിങ്ങിൻ്റെ കേസിൽ റെഡ്യൂസ്ഡ് വർക്കേ ഉള്ളൂ. അതാണ് നമുക്ക് ബെനിഫിഷ്യൽ, കാരണം കംപ്രസറാണ് കൺസിഡർ ചെയ്യുന്നുള്ളതുകൊണ്ട്. ഓക്കെ, സോ ദ ഹീറ്റ് ലോസ് ഇൻ ഇൻ്റർകൂളിംഗ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 to 2 വരെ 1 to 2' വരെ കംപ്രസ് ചെയ്തതിന് ശേഷം ഒരു ഇൻ്റർകൂളർ അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് 2' നിന്ന് 3 പോകുന്നുണ്ട്. ഓക്കെ, ഇൻ്റർകൂളിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ എന്തായാലും ഫ്യൂവൽ സപ്ലൈ കൊടുത്ത് കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിന് മുമ്പായിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് എമൗണ്ട് ഓഫ് എനർജി, എക്സാക്ട്ലി സെയിങ് T2- T3 എന്ന് പറയുന്ന അത്രയും എനർജി നമ്മൾ ആ ഇൻ്റർകൂളിംഗ് പ്രോസസ്സിൽ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അത്രയും എനർജി കൂടെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ അല്ലെങ്കിൽ ഫ്യൂവൽ എനർജി നമ്മൾ കമ്പഷൻ ചേമ്പറിൽ എക്സ്ട്രാ ആയിട്ട് സപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എഫിഷ്യൻസി ഇക്വേഷനിൽ ഡിനോമിനേറ്റർ ടേമിൽ ഹീറ്റ് സപ്ലൈഡിൻ്റെ വാല്യൂ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യും. അതായത് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് ആയിരുന്നെങ്കിൽ നമ്മൾ T5 തൊട്ട് TL' വരെയുള്ള അത്രയും ഹീറ്റ് എനർജി സപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ വിത്ത് ഇൻ്റർകൂളിംഗ് ആകുമ്പോൾ നമ്മൾ T5 തൊട്ട് T4' വരെയുള്ള ഹീറ്റ് എനർജിയും നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എഫിഷ്യൻസി വാല്യൂ കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മുടെ വർക്ക് റിക്വയർഡ് ബൈ ദ കംപ്രസർ എന്ന് പറയുന്നത് വി ക്യാൻ റെഡ്യൂസ് ഇഫ് വി ആർ യൂസിങ് എ മൾട്ടി പ്രഷർ സിസ്റ്റം വിത്ത് ഇൻ്റർകൂളിംഗ്. ഓക്കെ.